മഹൽ വ്യക്തിത്വങ്ങളെ, നമ്മുടെ PSC മെമ്പർ ബഹുമാനനായ TP ഇസ്മായിൽ സാഹിബ്, സഹോദരങ്ങളെ, സഹോദരിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതൻ എന്ന തലക്കെട്ടിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന കമ്മിറ്റി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞ 11-ന് എടവണ്ണ ജാമിഅ നദവിയയിൽ വെച്ച് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനങ്ങൾ, മണ്ഡലം തലത്തിലുള്ള പ്രോഗ്രാമുകൾ, ഇങ്ങനെ ശാഖാതലത്തിൽ വരെ ഈ പ്രമേയത്തിൽ ചർച്ചകളും സെമിനാറുകളും പൊതുയോഗങ്ങളുമൊക്കെ നടക്കേണ്ടതുണ്ട്. കോഴിക്കോട് നോർത്ത് ജില്ലയുടെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇവിടെ പങ്കെടുത്ത മാന്യ വ്യക്തികളെയും നാട്ടുകാരെയും സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി, ഈ പരിപാടിയിൽ നമ്മോടൊത്ത് സഹകരിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന പല നേതാക്കന്മാർക്കും വളരെ അത്യാവശ്യമായി പോകേണ്ടതുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് മുമ്പിൽ ഒരു വിലങ്ങ് തടിയായി നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്ലാമും അതുപോലെ തന്നെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിനെയും അതുപോലെ തന്നെ നബിയെയും തെറ്റിദ്ധരിക്കപ്പെടുന്ന വിധത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സജീവമായി നടന്നു വരികയാണ്. അതേ അവസരം അത്തരത്തിലുള്ള ചർച്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടാകുമ്പോൾ അവയെ എതിർത്തുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ യുവജന വിഭാഗമായ ISM നേരത്തെ നബി നിന്ന പ്രതികാരമല്ല പ്രതിവിധി എന്ന പ്രമേയത്തിൽ കഴിഞ്ഞ മാസം വരെ ഇതുപോലെ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് പ്രതികരിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് വിഷയം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ ഇസ്ലാമിനെയും അതിന്റെ തനതായ രൂപത്തിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തായിരുന്നു നബിയുടെ ജീവിതം, എന്തായിരുന്നു നബിയുടെ സ്വഭാവം എന്നൊക്കെ വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശരിയായ ഒരു ചിത്രം വരച്ചു കാണിച്ചുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കുക എന്നാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെയും ഇസ്ലാമിനെയും അതിന്റെ ശരിയായ രീതിയിൽ പൊതുജനങ്ങളോട് തുറന്നു പറയാനും അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയുള്ള ഒരു സന്ദർഭം എന്ന നിലക്കാണ് ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശാഖതത്വ സംസ്ഥാനം വരെയുള്ള പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത് നമ്മുടെ കേരളത്തിലും പുറത്തും പ്രചരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പരിപാടിയായി സഹകരിക്കാൻ കോഴിക്കോട് നോർത്ത് ജില്ലയിലെ എല്ലാ സഹോദരന്മാരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്
ഞാൻ എന്റെ കർത്തവ്യം നിർവഹിക്കുക. ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഉണ്ണിക്കുട്ടി മൗലവി സാഹിബ് അവറുകളാണ്. അദ്ദേഹം നേരത്തെ 4 മണിക്ക് മുമ്പായി ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ തിക്കോടി അറബിക് കോളേജ് ബിൽഡിംഗിൽ KNM കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സജ്ജീകരിച്ച ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ബഹുമാനപ്പെട്ടവരെ, എല്ലാവിധ ആദരവോടുകൂടി ഈ സമ്മേളനത്തിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് VP അബ്ദുസലാം മാസ്റ്റർ അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടി വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് കോഴിക്കോട് നോർത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിദ്യാഭ്യാസ സമിതിയുടെ കൺവീനറുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം കൊച്ചേരി അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കേണ്ടത് നമ്മുടെ കൊയിലാണ്ടി MLA ശ്രീ ദാസൻ അവർകളാണ്. അദ്ദേഹത്തെയും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനി, അദ്ദേഹവും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരാൾ നമ്മുടെ പ്രിയപ്പെട്ട ഇസ്മായിൽ സാഹിബ്, PSC മെമ്പർ TT ഇസ്മായിൽ. അദ്ദേഹം നേരത്തെ തന്നെ നമ്മുടെ ഓഫീസ് സന്ദർഭത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാജീവൻ കൊടലൂർ, കോൺഗ്രസിന്റെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഹനീഫ മാസ്റ്റർ, തിക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, വടക്കയിൽ ബാബു മാസ്റ്റർ BJPയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനനായ ഫൈസൽ മാസ്റ്റർ, പ്രസിഡന്റ് ISM കോഴിക്കോട് നോർത്ത് ജില്ല, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അലി അസർ, പ്രസിഡന്റ് MSM കോഴിക്കോട് ജില്ല, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ ആദിൽ അത്തീഫ് പ്രതിനിധി ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നത് നമ്മുടെ പ്രഗത്ഭനായ ജില്ലാ ട്രഷറർ TV അബ്ദുൽ ഖാദർ അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ വേദിയിലിരിക്കുന്ന KNMന്റെ ജില്ലാ നേതാക്കളായ പ്രൊഫസർ അബ്ദു, മഹ്മൂദ് ഖാൻ, അതുപോലെ മൂസാൻകുട്ടി ഫാറൂഖി തുടങ്ങിയ V അബ്ദുറഹിമാൻ തുടങ്ങിയ എല്ലാവരെയും, എല്ലാ നേതാക്കന്മാരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് VP അബ്ദുസലാം മാസ്റ്റർ അവർകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവരിൽ മഹോന്നതൻ കേരളം സംസ്ഥാന കേന്ദ്രത്തിന്റെ കോഴിക്കോട് നോർത്ത് ജില്ലാ ജലാഭിഷേകത്തിന്റെ അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി ആദരവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കൾ, കേരള നബിയുൽ മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി പി മൗലവി സാഹിബ്, PSC മെമ്പർ പി ഇസ്മായിൽ സാഹിബ്, കേരള നബിയുൽ മുജാഹിദിന്റെ സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ സാഹിബ്, നമ്മുടെ MLA ശ്രീ ദാസൻ അവർക്ക്, നിസാമുദ്ദീൻ ഫാറൂഖി, ശ്രീ അനീഫ് മാസ്റ്റർ, രാജീവ് കടലൂർ, ബാബു മാസ്റ്റർ, ബഹുമാന്യനായ ഫൈസൽ മാസ്റ്റർ, ബി അബൂബക്കർ മാസ്റ്റർ, അബ്ദുൽ കരീം കോച്ചേരി തുടങ്ങിയ ബഹുമാന്യരായ സദസ്സിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന ഒരു ക്യാമ്പയിൻ നമ്മുടെ സംസ്ഥാനത്ത് ആകെ നടത്തുകയാണ്. കേന്ദ്രത്തിന്റെ തീരുമാനപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മുക്കുമൂലകളിലും എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശ്രദ്ധ നമ്മൾ ക്ഷണിക്കുകയാണ്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരെ ഇരുവരെ വന്ന പരിഷ്കർത്താക്കളിലും പ്രവാചകന്മാരിലും മഹാന്മാരിലും ഒക്കെ മഹോന്നതനാണ് എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന വസ്തുത നാം വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ പരമശത്രുവായിരുന്ന ഒരു യഹൂദി എഴുത്തുകാരൻ നമുക്ക് പറയുന്നുണ്ട്, അമേരിക്കയിൽ. അദ്ദേഹം ലോകത്ത് വന്ന വളരെ വലിയ വലിയ ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അത് 100 മഹാന്മാരിൽ തെരഞ്ഞെടുപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിൽ ഒന്നാമതായി പ്രഖ്യാപിച്ചത് മുഹമ്മദ് നബിയെയാണ്. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ആദർശ ശത്രുവാണ്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശത്രുതയുള്ള പ്രസ്ഥാനത്തിന്റെ പ്രവാചകനാണ്. എന്നിട്ട് പോലും അദ്ദേഹം തെരഞ്ഞെടുത്തത് ലോകത്തെ ഏറ്റവും വലിയ മഹോന്നതനായ വ്യക്തി, ഒന്നാമത്തെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അദ്ദേഹം പറയുന്നത്. അതദ്ദേഹം വെറുതെ പറയുകയല്ല, ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് മുഹമ്മദ് നബി ലോകത്ത് നടത്തിയ പരിഷ്കാരങ്ങളും വിപ്ലവങ്ങളും അത്ഭുതകരമായ പരിവർത്തനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, കാട്ടാളന്മാരായ കാട്ടറബികൾ, അങ്ങനെ വിശേഷിപ്പിക്കാൻ പോലും വയ്യാവാത്ത അത്രയധികം മതപ്പതിച്ച് താഴോട്ട് പോയിരുന്നൊരു സമൂഹത്തെ 23 കൊല്ലം കൊണ്ട് രാജാക്കളും ജേതാക്കളും സംസ്കാര സമ്പന്നരുമായി ഉയർത്തിക്കൊണ്ടുവന്ന മഹോന്നതനായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞതുപോലെ, എനിക്ക് ഈ ഭരണം കിട്ടുകയാണെങ്കിൽ ഞാൻ 2ാം ഖലീഫയായ ഉമറിന്റെ ഭരണമാണ് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ ഉമർ ആ മക്കയിലെ ഏറ്റവും വലിയ കാട്ടാളനും പിടിച്ചു പറിക്കാരനും കൊള്ളക്കാരനുമായിരുന്നു. ആ കൊള്ളക്കാരനെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ മാത്രം ഉന്നതമായ സ്റ്റേജിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് മഹോന്നതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പരിവർത്തിപ്പിച്ചിട്ടാണ് എന്നത് ലോകം അറിയുന്നതാണ്. എന്നാൽ ആ അറിവിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് മുഹമ്മദ് നബിയെ ഒരു ഭീകരനായി, മോശക്കാരനായി, തീവ്രവാദിയായി, മനുഷ്യരെ കശാപ്പ് ചെയ്യുന്നവനായി ചിത്രീകരിക്കുന്നത് മനുഷ്യരാരും വിശ്വസിക്കയില്ല എന്നൊരു സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ സാമ്രാജ്യ ശത്രുക്കൾക്ക്, ആ സാമ്രാജ്യത്വ മേധാവികൾക്ക് മുഹമ്മദ് നബിയെ പോലെയുള്ള മഹോന്നതനായ വ്യക്തികളെ തരം താഴ്ത്തേണ്ടുന്ന ആവശ്യമുണ്ട്. ഇസ്ലാമിനെ തരം താഴ്ത്തി കെട്ടേണ്ടുന്ന ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടി ലോക മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ലോകത്തിലുള്ള വലിയ ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. നമ്മുടെ കേരളത്തിൽ അത്തരം തെറ്റിദ്ധാരണയിൽ വിലപ്പോവുകയില്ല എന്ന് നമുക്കറിയാം. കാരണം കേരളത്തിലെ ജനങ്ങൾ അതേത് മതമായാലും ഏത് രാഷ്ട്രീയമായാലും എന്തായാലും ശരി, അവർ ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരും പഠിച്ചവരും ചരിത്രം അറിയുന്നവരുമായതുകൊണ്ട് അത് ഇവിടെയൊന്നും ചിലവാകുകയില്ല. എങ്കിൽ പോലും
നമ്മൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് ഈ കേരളത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല, നമ്മുടെ ഇന്ത്യയെയും ലോകത്തെയും തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ശ്വാസം വിട്ടാൽ ലോകത്തെ പറഞ്ഞ് കേൾക്കുകയും കാണുകയുമാണല്ലോ. അപ്പോൾ കേരള നേതൃത്വ മുജാഹിദീൻ കേരളത്തിൽ ഒതുങ്ങി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണെങ്കിൽ പോലും ആ സംഘത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ആ സാമ്രാജ്യത്വ ശക്തിയുടെ ചെവികളിൽ കേൾക്കും എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള മഹോന്നതനായ നബിയുടെ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന അദ്ദേഹം ആരാണ്, എന്താണ്, എന്തല്ല എന്ന് പ്രതിപാദിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തുന്നത്. കഴിഞ്ഞ 2-3 ദിവസം മാതൃഭൂമിയിൽ ഇതാണ് ഇസ്ലാം എന്ന മഹോന്നതമായ ഒരു ലേഖനം നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അതിൽ മുസ്ലിം സുഹൃത്ത് എഴുതിയതല്ല. കഴിഞ്ഞ ദിവസം കടലിനുണ്ടെങ്കിൽ വയോവൃദ്ധനായിരുന്ന തന്നെ ചെവിടി കേൾക്കാത്ത ഒരു രാമൻ തീവണ്ടി കുടുങ്ങിയപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി അബ്ദുറഹിമാൻ ഹാജി ചെയ്ത ത്യാഗം, ആ മനസ്സിന്റെ വലിപ്പം, ആ വലിപ്പത്തെ പുരസ്കരിച്ചുകൊണ്ട് നമ്മുടെ മാതൃഭൂമി പത്രം മനോഹരമായ ഒരു ലേഖനം എഴുതിയിരിക്കുകയാണ്. ഇതാണ് ഇസ്ലാം. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, അതാണ് ഇസ്ലാം എന്ന് ലോകത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണിത്. ഞാൻ എന്റെ ഈ പ്രശ്നം നേടുന്നില്ല, കാരണം നമ്മുടെ ബഹുമാന്യരായ പല നേതാക്കൾക്കും പല പരിപാടിയിലും വേഗം പോകേണ്ടത് കൊണ്ടും ഒരുപാട് ആളുകൾ സംസാരിക്കാനുള്ളത് കൊണ്ടും അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്യാമ്പയിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പി ഉണ്ണിക്കുട്ടി മോദിയെ ക്ഷണിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവൻ മുഹമ്മദ് കേരളം സംസ്ഥാനത്തെ കോഴിക്കോട് നോർത്ത് ജില്ലാ തല ഉദ്ഘാടനത്തിൽ السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو اتبع الحق وهواءهم لفسدت السماوات والأرض وهم فيهن بل آتيناهم بذكرهم وهم عن ذكرهم معرضون. ബഹുമാന്യരായ അതിഥികളെ, പ്രിയമുള്ള സംഘടനാ നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഒരു ക്യാമ്പയിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലാണ് നാം. കേരളം മുഴുവൻ ഇത്തരം പരിപാടികൾ, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കാനാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഇതുപോലെയുള്ള മറ്റു പരിപാടികളും എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, മനുഷ്യരായ നാമാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മേന്മയുള്ള സൃഷ്ടി, അതിൽ യാതൊരു സംശയവുമില്ല. അതേ പ്രകാരം തന്നെ മനുഷ്യരായ നമുക്ക് നമ്മുടെ ഭക്ഷണ രീതിയിലും വസ്ത്ര രീതിയിലും ആരോഗ്യ സുരക്ഷയിലും പാർപ്പിട നിർമ്മാണത്തിലും യാത്രാ സൗകര്യങ്ങളുടെ സംവിധാനത്തിലുമൊക്കെ ദിനേന നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ നേടിയെടുക്കുന്നതിൽ നമുക്ക് സഹായകമായി തീരുന്നത്
മനുഷ്യരായ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള വിശേഷ ബുദ്ധി ഒന്ന് മാത്രമാണ്. ഇതര ജീവജാലങ്ങളിൽ നിന്ന് നാം വ്യത്യസ്തമാകുന്നതും ഈ വിശേഷ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ മനുഷ്യരായ നമുക്ക് ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു പ്രത്യേകത ദൈവം നൽകിയിട്ടുണ്ട്. എല്ലാ ചരാചരങ്ങൾക്കും ജീവനുണ്ട്, ചൈതന്യമുണ്ട്. എന്നാൽ എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള ആ ചലനശക്തി മാത്രമല്ല മനുഷ്യരായ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത്. മനുഷ്യനാകുമ്പോൾ മനുഷ്യത്വം വേണം, വ്യക്തിത്വം വേണം എന്നൊക്കെ നാം പറയാറുണ്ട്. അതിന്റെ അർത്ഥം അനശ്വരമായ ഒരാത്മാവിന്റെ ഉടമയാണ് മനുഷ്യൻ. ഈ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള മനുഷ്യന്റെ വ്യാഖ്യാനങ്ങൾ തീർത്തും നിരർത്ഥകമാണ്. ഈ മനുഷ്യാത്മാവിൽ മനുഷ്യന്റെ ജനനം നടന്നു കഴിഞ്ഞാൽ ഈ ജീവിതം എന്നും അവസാനിപ്പിക്കാൻ നാം എന്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും അതിന്റെ സമയമായാലും നടക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ ഈ ഭൂമിക്ക് ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ചോദിച്ചാൽ വാർദ്ധക്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്രാപിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മിനിറ്റ് വരെയും മരണം വിധിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ മരണം, ആ മരണത്തിൽ നിന്ന് മരണം നിശ്ചയിക്കപ്പെട്ട സമയത്ത് മനുഷ്യൻ മരണപ്പെട്ടു പോവുക തന്നെ ചെയ്യും. മരണം എന്നത് ശാശ്വതമായ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന യാഥാർത്ഥ്യം അവരവർ വളരുന്ന കുടുംബം, അവരവർ ജീവിക്കുന്ന സമൂഹം, അവരവരെ നിയന്ത്രിക്കുന്ന സാമൂഹ്യ പരിതസ്ഥിതികളുടെ സ്വാധീനത്തിൽ നിന്ന് മുക്തമല്ല. ലോകത്തെ രാജ്യങ്ങളിൽ മനുഷ്യാഭിപ്രായങ്ങൾ വളരെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, വിനിമയം ചെയ്യപ്പെടുന്ന, റെക്കോർഡ് ചെയ്യുന്ന, നിയമമാക്കുന്ന രാജ്യമാണ് മഹത്തായ നമ്മുടെ ഇന്ത്യ രാജ്യം. ഇന്ത്യൻ പാർലമെന്റിലുള്ള മഹാന്മാരായ പ്രതിനിധികൾ പലരും ഡിഗ്രിയുള്ളവരും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരും ഡോക്ടറേറ്റ് നേടിയവരും അനുഭവ സമ്പന്നരുമാണ്. ഇന്നലെ ഇന്ത്യന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ചൊരു ബില്ല് കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റിന്റെ തീരുമാനപ്രകാരം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അഭിപ്രായങ്ങൾ എത്ര സുചിന്തിതമായും ശാസ്ത്രീയമായും നിയമപരമായും സംരക്ഷിക്കപ്പെട്ടാലും മനുഷ്യന്റെ ശാശ്വതമായ ജീവിതത്തിന്റെ ശോഭനമായ ഭാവിക്ക് സഹായകരമല്ല എന്നത് വസ്തുതയാണ്. ഈ ആശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലെ 17-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ മുഖവുരയായി കേൾപ്പിച്ചത്. വലവിത്തബഅൽ അഹ്വാഅഹും, സത്യവും നീതിയും, വലവിത്തബഅൽ ഹഖ്, സത്യം പിന്തുടരുകയാണെങ്കിൽ, ധർമ്മം പിന്തുടരുകയാണെങ്കിൽ, അഹ്വാഅഹും, ജനങ്ങളുടെ ഇച്ഛകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് മാത്രം
കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഭൂമുഖത്തുണ്ടായാൽ ഭൂമിയും ഉപരിഗോളങ്ങളും നശിച്ച് നാമാവശേഷമാവാൻ അത് കാരണമായി തീരും. അവ മാത്രമല്ല, ആ ഉപരിഗോളങ്ങളിലും ഭൂമിയിലുമുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നാശത്തിനത് കാരണമായി തീരും. എന്നാൽ അത്ഭുതകരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിൽ അത്യത്ഭുതകരമായ ജീവിയായ മനുഷ്യനെ സൃഷ്ടിച്ച് അവന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള വിശാലമായ സൗകര്യങ്ങൾ തുറന്നുകൊടുത്ത ദൈവം അലക്ഷ്യമായി മനുഷ്യനെ വിടാതിരിക്കുന്നതിന് വേണ്ടി വല്ലാത്തതിനാകും വിധിക്കിരിക്കും. കാലാകാലങ്ങളിൽ അവരെയും സ്വാതന്ത്ര്യത്തെയും ഗുണകരമായ മാർഗത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഉത്ബോധനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. എന്നാൽ ബഹുമാന്തിരിയും വരുതൂൻ, ആ മനുഷ്യരിൽ നല്ലൊരു വിഭാഗം പരിപൂർണമായും സ്വീകരിച്ചാൽ ഗുണം ലഭിക്കുമെന്ന് 100% ഉറപ്പുള്ള സന്ദേശമാണ് പ്രപഞ്ചനാഥനായ ദൈവം മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിതം ആരംഭിച്ച കാലം തൊട്ട് പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചത്. ആ പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പരിവർത്തനമാണ് ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമുണ്ട്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുന്ത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. എന്താണ് മതം? മുഹമ്മദ് നബി ആരാണ്? അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണം എന്താണ്? വകദാലിക ഔഹൈനാ ഇലൈക, മുഹമ്മദ് നബി മനുഷ്യാരംഭം മുതൽ ആദം നബി അലൈഹിസ്സലാം തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നിയോഗിതമായ ഈസാ നബി അലൈഹിസ്സലാം വരേക്കുള്ള അല്ലാഹുവിന്റെ ദൂതന്മാർ, പ്രവാചകന്മാർ, അല്ലാഹു നൽകിയതുപോലെ വകദാലിക ഔഹൈനാ ഇലൈക, മുഹമ്മദ് നബി താങ്കൾക്ക് നാം സന്ദേശം നൽകിയിരിക്കുന്നു. റൂഹൻ മിൻ അംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരമുള്ള ഒരു ആത്മാവിനെ, ഒരു സന്ദേശത്തെ. മാ കുന്ത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ, ആ സന്ദേശം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ആ പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന വിശ്വാസം എന്താണെന്നോ, ആ പൂർവ്വപ്രവാചകന്മാർ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ താല്പര്യങ്ങൾ എന്താണെന്നോ അങ്ങേക്കറിയില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, ഈ ദൗത്യ നിർവഹണത്തിന് ആരെയാണ് അല്ലാഹു തിരഞ്ഞെടുക്കുന്നത് എന്ന് അല്ലാഹുവിന് മാത്രം അറിയുന്ന സംഗതിയാണ്. അതനുസരിച്ച് ആ പ്രവാചകന്റെ വജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നവർക്ക് ഈ മഹത്തായ വിജ്ഞാനത്തിന്റെ പ്രഭ നൽകുന്നു. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, ആ വിജ്ഞാനത്തിന്റെ പ്രഭ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകരെ താങ്കൾ ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, മനുഷ്യന്റെ ലക്ഷ്യപ്രാപ്തി പൂർണ്ണമായും ശരിപ്പെടുന്നതിന് വേണ്ടി ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഈ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് താങ്കൾ പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് വന്ന അല്ലാഹുവിന്റെ ദൂതന്മാരാണ് മനുഷ്യൻ സ്വീകരിച്ചാൽ ഒരിക്കലും അബദ്ധമുണ്ടാവുകയില്ല എന്ന് ബോധ്യമുള്ള സന്ദേശമാണ് വേദഗ്രന്ഥങ്ങളുടേത്.
ആ വേദഗ്രന്ഥത്തിൽ അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. റൂഹം മിൻ അംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരമുള്ള ആത്മാവ്, ജീവൻ എന്നാണ് റൂഹിനർത്ഥം. അത് മനുഷ്യനിൽ റൂഹ് പ്രവർത്തിക്കുന്നത് പോലെ മനുഷ്യന്റെ വ്യാപനങ്ങളുടെ അബദ്ധങ്ങളിൽ നിന്ന് അവരെ മോചിതരാക്കുന്നതിനും നന്മയുടെ വഴിയിലേക്ക് മനുഷ്യൻ മുഹമ്മദ് നബി നിയോഗിതനായിട്ടുള്ളത്. ആ മുഹമ്മദ് നബി ലോകത്തെ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് മുഹമ്മദ് നബി മാത്രം ലോകത്ത് പഠിപ്പിച്ചതല്ല, ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച മതമാണത്. എന്താണ് ആ മതം? ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത ഒരാശയമാണ് മുഹമ്മദ് നബി മനുഷ്യരെ പഠിപ്പിച്ചത്. قل غير الله يتخذ وليا فاطر السماوات والارض ويطعم ولا يطعم قل اني امرت ان اكون اول من اسلم ولا تكونن من المشركين قل اني اخاف ان عصيت ربي عذاب يوم عظيم. എന്താണ് ഇസ്ലാം? എന്താണ് മുഹമ്മദ് നബി ജനങ്ങളോട് പറഞ്ഞത്? കുൽ, പ്രവാചകൻ പ്രഖ്യാപിക്കൂ, പഠിപ്പിക്കൂ. എന്താണത്? ഗൈറല്ലാഹി അത്തഖിദു വലിയ്യാ, പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ അല്ലാതെയാണോ നിങ്ങൾ രക്ഷകരായി ആശ്രയിക്കുന്നത്? ആ പ്രപഞ്ചനാഥനായ സൃഷ്ടാവ് ഫാത്തിരിസ്സമാവാതി വല്ലർളി, അവൻ ഉപരിഗോളങ്ങളെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച് സംരക്ഷിച്ച് നിലനിർത്തുന്നവനാണ്. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും ഉത്കർഷജീവിയായ മനുഷ്യനും വെള്ളവും ഭക്ഷണവും നൽകുന്നത് ആ സൃഷ്ടാവ് മാത്രമാണ്. അതുകൊണ്ട് കുൽ, മുഹമ്മദ് നബി പറയൂ, ഇന്നി ഉമിർതു അൻ അകൂന അവ്വല മൻ അസ്ലമ വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ. പ്രവാചകൻ പ്രഖ്യാപിക്കൂ, ഇന്നി ഉമിർതു, സൃഷ്ടാവായ ദൈവം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട്, അൻ അകൂന അവ്വല മൻ അസ്ലമ. ഈ കൽപ്പന ഒന്നാമതായി ഞാൻ സ്വീകരിക്കണം. ആകാശങ്ങളെ പടച്ച, ഭൂമിയെ പടച്ച, ജീവജാലങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഉൽപ്പാദിപ്പിക്കാൻ സഹായകമാകുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയ സൃഷ്ടാവായ രക്ഷിതാവിന്റെ മുമ്പിൽ മനസ്സ് പൂർണ്ണമായും സമർപ്പിക്കണം. മറിച്ച് വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, ആ സൃഷ്ടാവിൽ മറ്റൊരാളെയും പങ്കു ചേർക്കരുത്. അങ്ങനെ പറയുന്നത് കൊണ്ട് മുഹമ്മദ് നബിക്ക് എന്താ നേടാനുള്ളത്? മുഹമ്മദ് നബി പ്രബോധനവുമായി ഇറങ്ങിയത് കൊണ്ട് സാധാരണ ഒരു മനുഷ്യൻ രാജ്യത്തിറങ്ങുമ്പോൾ പലതരം ഉദ്ദേശങ്ങളും അദ്ദേഹത്തിനുണ്ടാകാം. ചിലത് ന്യായമാകാം, ചിലത് അന്യായമാകാം. എങ്ങനെയാണെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളാവും അതിന്റെ പ്രധാനമായ പ്രചോദന കേന്ദ്രം. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യനോട് ആവശ്യപ്പെട്ടത് ആകാശങ്ങളെ പടച്ച, ഭൂമിയെ പടച്ച, വെള്ളം സൃഷ്ടിച്ച, ഭക്ഷണം സൃഷ്ടിച്ച, എല്ലാവിധ സൗകര്യങ്ങളും നൽകിയ ആ ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യൻ അവന്റെ മനസ്സ് പൂർണ്ണമായി സമർപ്പിക്കണം. എന്നാൽ ഈ പറച്ചിലുകൊണ്ട് തനിക്കെന്ത് കിട്ടാൻ? തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഖുൽ ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ അലീം. പ്രവാചകൻ പ്രഖ്യാപിക്കൂ, ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി, സൃഷ്ടാവിനെ മാത്രമേ ആശ്രയിക്കാവൂ എന്ന ഈ മതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ എന്റെ കഴിവിൽപ്പെട്ടയിടത്തോളം, സാധ്യതയിൽപ്പെട്ടയിടത്തോളവും ഞാൻ ശ്രമിച്ചില്ല എങ്കിൽ മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിന്റെ ഗൗരവമായ ശിക്ഷ എന്നെ ബാധിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതാണ് പ്രേരണ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഈ പ്രഖ്യാപിത നയം തുടങ്ങിവെച്ചത് 40 വയസ്സ് പൂർത്തിയായതിന് ശേഷമാണ്. അത് തന്റെ ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമാണ്. 40 വയസ്സുവരെ അറേബ്യൻ രാജ്യത്താണ് മുഹമ്മദ് നബി ജനിച്ചത്. മുഹമ്മദ് നബി പ്രബോധനം തുടങ്ങിയ അന്ന് തൊട്ട് ഇന്നേ വരെയുള്ള മിനിറ്റുകൾ പരിശോധിച്ചാൽ ഓരോ മിനിറ്റിനും ശത്രുക്കൾ അദ്ദേഹത്തിന് വർദ്ധിച്ചിട്ടുണ്ട്, അനുയായികളും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് മുതൽ ഇന്നേ വരെയുള്ള ഒരു ശത്രുവും 40 വയസ്സുവരെയുള്ള മക്ക എന്ന രാജ്യത്തെ തന്റെ ജീവിതത്തിന്റെ, തന്റെ വ്യാപനത്തിന്റെ, തന്റെ ക്രയവിക്രയത്തിന്റെ രംഗത്ത് അനീതിയുടെ അണുമണിത്തൂക്കം വിമർശനത്തിന് പോലും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എതിരാളികളോട് ചോദിച്ചു, വലഖദ് ലബിസ്തു ഫീകും മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ. നാട്ടുകാരെ, കുടുംബങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തെ മാത്രം പ്രാർത്ഥിക്കണമെന്നാണ്, ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കണമെന്നാണ്. ഞാനിത് പറയുന്നതിന് മുമ്പ് 40 കൊല്ലം ഞാൻ നിങ്ങളെ കൂടെ താമസിച്ചില്ലയോ? ഇത്തരം ഒരു സിദ്ധാന്തം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഈ സിദ്ധാന്തം പറയുന്നതിലൂടെ അണുമണിത്തൂക്കം ഭൗതികമായ ലാഭം എനിക്കുണ്ടോ? നിങ്ങൾ ആലോചിക്കുക എന്ന ആഹ്വാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് 2 പ്രധാന കേന്ദ്രങ്ങളിലായി തന്റെ പ്രബോധനം നേതൃത്വം നൽകി. ഒന്ന് തന്റെ ജന്മരാജ്യമായ മക്ക. ഭൂമിശാസ്ത്രപരമായി ഭൂമിയുടെ അളവുകൾ രേഖപ്പെടുത്തിയവർ പറയുന്നു, ഭൂമിയുടെ മധ്യത്തിലാണ് മക്ക സ്ഥിതി ചെയ്യുന്നത്. ഖുർആനിന്റെ പ്രയോഗവും അത് സാക്ഷ്യം വരുത്തുന്നു. രാജ്യങ്ങളുടെ മാതൃസ്ഥാനത്തുള്ള രാജ്യത്തുള്ള ജനവിഭാഗത്തിനെ ഉദ്ബോധിപ്പിക്കാനും ആ മക്ക എന്ന രാജ്യത്തിന്റെ ചുറ്റുഭാഗം നിറഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളെയും അവിടുത്തെ പൗരന്മാരെയും ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് താങ്കൾക്ക് ഈ സന്ദേശം നൽകിയിട്ടുള്ളത്. ആ രാജ്യത്താണ് പ്രബോധനം ആരംഭിക്കുന്നത്. ആ രാജ്യത്തെ പ്രബോധനം വർഷങ്ങൾ നീണ്ടുനിന്നു. ഈ സത്യം പ്രബോധനം ചെയ്യുന്നതിൽ, ഈ നന്മ മുന്നോട്ട് വെക്കുന്നതിൽ നാട്ടുകാരും കുടുംബങ്ങളുമായവർ പോലും എതിർത്തു. പലതരം ഓഫറുകളും അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നു. താങ്കളുടെ ഈ പ്രബോധനം കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭരണമാണെങ്കിൽ അത് നൽകാം, ധനമാണ് ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നൽകാം എന്ന നിരവധി ഓഫറുകൾ മുമ്പിൽ വെച്ചു. പ്രവാചകൻ അവരോട് പറഞ്ഞു, ഇതൊന്നും എന്റെ ലക്ഷ്യമല്ല. ഞാൻ ഈ ദൗത്യവുമായി ഇറങ്ങുന്നതിൽ എന്റെ മുമ്പിലുള്ളത് കഠിനമായ ദൈവത്തിന്റെ ശിക്ഷ ഈ ബാധ്യത നിർവഹിച്ചില്ലെങ്കിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ ഈ ഓഫറുകളൊന്നും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമല്ല. അവസാനം ജന്മരാജ്യമായ മക്കയിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മദീന എന്ന രാജ്യത്തേക്ക് അഭയാർത്ഥിയായി ഹിജ്റ പോയി. അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരുക്കി. വെറുതെ പോയതല്ല, ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ബുദ്ധിപൂർവമായ നിലപാടിലൂടെ 100% ആത്മാർത്ഥത മാത്രം കൈമുതലാക്കി മദീന എന്ന രാജ്യത്ത് പോയി. അങ്ങനെ ഈ 2 പ്രധാന രാജ്യങ്ങളിലായി 23 കൊല്ലമാണ് പ്രവാചകന്റെ ദൗത്യ നിർവഹണക്കാലം. മനുഷ്യരെ അറിവുള്ളവരാക്കി തീർക്കുക, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുക, മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗത്തെ മാതൃകായോഗ്യരായ മനുഷ്യരാക്കി വളർത്തിയെടുക്കുക. وَنُرِيدُ أَن نَّمُنَّ عَلَى الَّذِينَ اسْتُضْعِفُوا فِي الْأَرْضِ وَنَجْعَلَهُمْ أَئِمَّةً وَنَجْعَلَهُمُ الْوَارِثِينَ.
അറിവില്ലായ്മയിൽ നിന്ന് മനുഷ്യന് ജ്ഞാനം നൽകുക, സംസ്കരിക്കുക. വനുരീതു, പ്രവാചകന്മാരുടെ ദൗത്യത്തിന്റെ പൊതുവായ ഉദ്ദേശം. വനുരീതു, നാം ഉദ്ദേശിക്കുന്നു, അന്നമുന്നാലല്ലദീന സ്തുവൈഫു ഫിൽ അർളി, ഭൂമിയിൽ മർദ്ദിതരും പീഡിതരുമായി കഴിയുന്ന മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വനുരീതു അന്നമുന്നാലല്ലദീന സ്തുവൈഫു ഫിൽ അർളി വനജഅലുഹും അഇമ്മ, അങ്ങനെ മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗത്തെ വിജ്ഞാനവും സംസ്കാരവും പകർന്നു കൊടുത്തുകൊണ്ട് വനജഅലുഹും അഇമ്മ, മാതൃകാപുരുഷന്മാരായ മനുഷ്യരാക്കി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭൂമിയുടെ അനന്തരാഗാമികളാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവ മനുഷ്യന് അറിവ് പ്രദാനം ചെയ്തു കൊടുത്ത് സംസ്കാരമുണ്ടാക്കി മർദ്ദിതരും പീഡിതരുമായ ജനവിഭാഗത്തെ മാതൃകായോഗ്യരായ മനുഷ്യരാക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് 23 വർഷം പ്രവാചകൻ പ്രവർത്തിച്ചത്. അത് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. വ്യക്തി ജീവിതം എങ്ങനെയിരിക്കണം, കുടുംബജീവിതം എങ്ങനെയിരിക്കണം, സാമൂഹ്യ ജീവിതം എങ്ങനെയിരിക്കണം, മനുഷ്യ സമൂഹത്തോടുള്ള പെരുമാറ്റം എങ്ങനെയിരിക്കണം എന്ന് മനുഷ്യ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ട്, പ്രേരണ ആവശ്യമുള്ള പ്രേരണ കൊണ്ടുവന്നുകൊണ്ട്, പ്രായോഗികത ആവശ്യമുള്ളയിടത്ത് പ്രായോഗികത കൊണ്ടുവന്നുകൊണ്ടാണ് പ്രവാചകൻ തന്റെ നിലപാടുകൾ സ്വീകരിച്ചത്. ഈ 23 കൊല്ലത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധാരണ മതരംഗത്ത് കണ്ടുവരുന്ന വലിയൊരു പ്രവണത മതപ്രബോധകന്മാരിൽ ദിവ്യത്വം ആരോപിക്കലാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ മതരംഗത്തെ ജീർണത. ഏത് മതപുരോഹിതനാണെങ്കിലും മതപണ്ഡിതനാണെങ്കിലും അയാൾക്കൊരു അസാധാരണത്വം കൽപ്പിക്കപ്പെടും. അങ്ങനെ അയാളെ ചുറ്റിപ്പറ്റി ജനങ്ങൾ കൂടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലപാടിനെ പൂർണ്ണമായും നിരാകരിച്ചു. മതപൗരോഹിത്യം മതവിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖലയാണ്. മതപ്രബോധന രംഗത്ത് നിലനിൽക്കുന്നവരുടെ ദിവ്യമായ അറിവ്, ദിവ്യമായ പ്രത്യേകതകൾ, അവരുടെ സ്വന്തം നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ പ്രവാചകൻ ആ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ തുറന്ന് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം വിശുദ്ധ ഖുർആനിലൂടെ 14 നൂറ്റാണ്ടിലധികമായി തിളക്കമായി നിലനിൽക്കുന്നു. എന്താണ് ആ പ്രഖ്യാപനം? മതരംഗത്തെ ഈ ജീർണത ഒരു കാലത്തും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മനുഷ്യ മനസാക്ഷിക്ക് മുമ്പിൽ പ്രഖ്യാപിക്കൂ, ലാ ഖൂലുലക്കും, ഞാൻ നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നില്ല, ഇൻദീ ഖസാഇനുല്ലാഹ്, പ്രപഞ്ചനാഥന്റെ എല്ലാ സമ്പത്തിന്റെ കൂമ്പാരവും എന്റെ അടുത്താണെന്ന്. വലാ അഅലമുൽ ഗൈബ, മറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല. ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ജ്യോത്സ്യന്മാരടുത്തും മന്ത്രവാദികളുടെ അടുത്തും പോകുന്നു. തന്റെ നഷ്ടപ്പെട്ട സ്വത്ത് എവിടെ പോയി, നാടുവിട്ട മകൻ എവിടെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി. വലാ ഇൽമുൽ ഗൈബ, ഇതിനൊന്നും നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണ്ട. വലാ ഖൂലുലക്കും ഇന്നീ മലക്കുൻ, ഞാനൊരു ദിവ്യനായ മലക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തബിഇല്ലാമാ യുഹാ ഇലയ്യ, എന്റെ ചുമതല എന്താണെന്നറിയോ? മനുഷ്യരായ നിങ്ങൾക്ക് ദൈവം തരാൻ ഏൽപ്പിച്ച ജ്ഞാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒന്നാമതായി ഞാനത് പിന്തുടരുന്നു. ഖുൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ അഫലാ തതഫക്കറൂൻ, ജനങ്ങളെ കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെയാണോ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഈ ജ്യോത്സ്യന്മാരടുത്തും മന്ത്രവാദികളടുത്തൊക്കെ പോയി ദിവ്യമായ പലതും കിട്ടുമെന്ന വിശ്വാസം നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു?
കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും ഒരുപോലെയാണോ? അഫലാ തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? എത്ര വരെ എന്ന് ചോദിച്ചാൽ, സാധാരണ നിലക്ക് മനുഷ്യത്വത്തിന്റെ ഉയർന്ന നിലപാട്, അതേ അവസരത്തിൽ ഒരു തരം സ്വന്തമായ നിയന്ത്രണവും ദിവ്യമായി നൽകാൻ എനിക്ക് കഴിയില്ല. മനുഷ്യത്വത്തിന്റെ എല്ലാ മൂല്യങ്ങളും നിലനിർത്തുന്നു, ഒരു ജാടയുമില്ല. എത്ര വരെ എന്ന് ചോദിച്ചാൽ, ഒരു സദസ്സിലേക്ക് പ്രവാചകൻ കടന്നു വരുമ്പോൾ ബഹുമാനിച്ച് എഴുന്നേൽക്കുന്നത് പോലും പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ മദീനത്തെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിയപ്പോൾ കൂടെയുണ്ടായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ സാധനത്തിന്റെ പാക്കറ്റ് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ പ്രവാചകൻ പറയുന്നു, അബൂ ഹുറൈറ, ഇത് എന്റെ സാധനമല്ലേ, ഞാൻ വാങ്ങിയതല്ലേ, അത് ഞാൻ തന്നെ ഏൽക്കാം. ഒരാൾ കയ്യിൽ പിടിച്ചപ്പോൾ തെറ്റെന്നല്ല പറയുന്നത്. സാധാരണ നിലക്ക് ബഹുമാനിച്ച് എഴുന്നേൽക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത വ്യക്തിത്വമാണ് മുഹമ്മദ് നബിയുടെ. പല രാജ്യത്തു നിന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇസ്ലാം മത സ്വീകരണത്തിനും ഇസ്ലാം മതത്തെപ്പറ്റി പഠിക്കാനുമായി വന്നു. ഒരിക്കൽ പ്രമുഖ ധനികനും ഒരു ഗോത്രത്തിന്റെ നായകനുമായ അദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നു. പള്ളിയിലെത്തുന്നു. ഇരുത്തം കൊണ്ടോ ഭാവം കൊണ്ടോ ഒന്നും ആരാണ് മുഹമ്മദ് എന്ന് മനസ്സിലാവുന്നില്ല. കെട്ടിലും മട്ടിലുമൊക്കെ നന്നാകണമെന്നാണല്ലോ നമ്മൾ പലരും വിചാരിക്കുന്നത്. ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കുകയാണ്. അനുചരന്മാർ കാണിച്ചു കൊടുക്കുന്നു. പ്രവാചകനെ കണ്ടുമുട്ടുന്നു. അദിയെ പ്രവാചകൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രവാചകൻ പള്ളിയിൽ നിന്നിറങ്ങുന്നു. അദിയെ കൂടെ കൊണ്ടുപോകുന്നു. ആ യാത്രയെ അദി തന്നെ വിവരിക്കുന്നു. ഞാൻ പ്രവാചകന്റെ ഒപ്പത്തിനൊപ്പം നടന്നു. വഴിയിൽ ഞാൻ കണ്ടു ഒരു വയോവൃദ്ധയായ വനിത, വളരെ പാവപ്പെട്ടൊരു വനിത, വയോവൃദ്ധയാണവർ. പ്രവാചകനെ തൊട്ടടുത്ത് നിൽക്കുന്നു. പ്രവാചകൻ അവരുടെ മുമ്പിൽ ദീർഘനേരം ചിലവഴിക്കുന്നു. അവരുടെ എന്തോ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം പറയുന്നു, ശ്രദ്ധാപൂർവം കേൾക്കുന്നു. അവരാവശ്യങ്ങൾ പ്രവാചകൻ നിർവഹിക്കുന്നു. അങ്ങനെ ഞാൻ പ്രവാചകനോടൊപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, ഞാൻ നാട്ടിൽ കേട്ട ഒരു രാജാവുമല്ല ഇത്. ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ പ്രവാചകന്റെ വീട്ടിലേക്കെത്തി. പ്രവാചകന്റെ വീട്ടിലെത്തിയപ്പോൾ പ്രവാചകൻ സാധാരണ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഈത്തപ്പനയുടെ ഓല നിറച്ച ഒരു കുഷ്യനുണ്ട് അവിടെ. പ്രവാചകൻ എന്നോട് പറഞ്ഞു, അങ്ങ് ഇതിലിരിക്കൂ. അദി പ്രതികരിച്ചു, അങ്ങ് ഇതിലിരിക്കുക. സമ്മതിച്ചില്ല. എന്നെ ആ ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ടുണ്ടാക്കിയ കുഷ്യനിൽ പ്രവാചകൻ ഇരിക്കുന്നു. ആ തറയിൽ പ്രവാചകൻ ഇരിക്കുന്നു. മനസ്സിൽ ഞാൻ വീണ്ടും വിലയിരുത്തി. അങ്ങനെയാണ് ഞാൻ മുസ്ലിമായത്. ഇതൊന്നല്ല, 10 അല്ല, 100 അല്ല. പ്രവാചകന്റെ സമീപനം അതാണ്. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയുമാണ് പ്രവാചകന്റെ ചുമതല. താൻ അതാണ് നിർവഹിക്കുന്നത്. അതിന് ഭൗതികമായ യാതൊരു താല്പര്യവുമില്ല. ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ല. ഇസ്ലാമിക ഞാൻ നിർത്തുകയാണ്. ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. ആ സക്കാത്തിന്റെ തന്നെ സിസ്റ്റം നോക്കിയാൽ ഒരാളുടെ കൈവശം മൂലധനമായി, അല്ല സൂക്ഷിപ്പ് ധനമായി ഒരു വർഷം ഇത്ര രൂപയുണ്ടെങ്കിൽ അതിന്റെ ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം. 2.5% സക്കാത്ത്. ഇസ്ലാമിൽ ഒരാളുടെ മിച്ചമുള്ള നാണയത്തിന് ഒരു വർഷം പൂർത്തിയാക്കിയുണ്ടെങ്കിൽ 2.5%. കാർഷിക വിഭവങ്ങളാണെങ്കിൽ 10%. അത് തന്നെയും സാധാരണ മഴ പെയ്ത് നെല്ലും ഗോതമ്പുമൊക്കെ ഉണ്ടായാൽ 100 കിൻഡൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ 10 കിൻഡൽ നെല്ല് സക്കാത്തായി കൊടുക്കണം.
കർഷകൻ സ്വന്തമായി ജലസേചന സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ 5% കൊടുത്താൽ മതി. മനുഷ്യന്റെ അധ്വാനത്തിന് ഇത്രയും കണിശവും കൃത്യവുമായ രൂപരേഖ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു പ്രവാചകൻ മുഹമ്മദ് നബിയല്ലാതെ ലോകത്ത് കാണാൻ കഴിയുകയില്ല. മനുഷ്യന്റെ അധ്വാനമാണ് മനുഷ്യന്റെ പുരോഗതിയുടെ അടിത്തറ. മുസ്ലിമീങ്ങളായ നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഓതുന്ന സൂറത്തുൽ കഹ്ഫിലെ വചനം നാം ഓർക്കണം. ഇന്നാ ജഅൽനാ മാ ലിൽ-അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഇന്നാ ജഅൽനാ മാ ലിൽ-അർളി സീനത്തൻ ലഹാ. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വിഭവങ്ങളും മനുഷ്യരായ നിങ്ങൾക്ക് അലങ്കാരവും കൗതുകവുമായി ദൈവം സംഭാവന ചെയ്തിരിക്കുകയാണ്. അതങ്ങനെ കിട്ടും നിങ്ങൾക്ക്. നിങ്ങളെ സൃഷ്ടാവ് പരീക്ഷിക്കുകയാണ്. അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കഠിനാധ്വാനിയായി ചെയ്യുന്ന മനുഷ്യനാരാണ്? പ്രവാചകന്റെ പള്ളിയിൽ ഒരിക്കൽ ഒരു സാധാരണ മനുഷ്യൻ വരുന്നു. അയാൾ ധർമ്മം സ്വീകരിക്കാനാണ് വരുന്നത്. പ്രവാചകൻ അയാളെ നോക്കിയപ്പോൾ നല്ല അധ്വാനിക്കാൻ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം പുതച്ച പുതപ്പ് ലേലം ചെയ്ത് പ്രവാചകൻ വിൽക്കുന്നു. അനുചരന്മാരെ പഠിപ്പിക്കുന്നു. അധ്വാനിക്കാൻ കഴിയുന്നവർ യാചനയുമായി നടക്കാൻ പാടില്ല. മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതി കഠിനാധ്വാനത്തിൽ അധിഷ്ഠിതമാണെന്നും ആ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ പണത്തിൽ 8 ഹെഡ് ഓഫ് അക്കൗണ്ടിലൂടെയായി അത് പാവപ്പെട്ടവന് കൊടുക്കേണ്ടതുണ്ടെന്നും. സകാത്തിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് 8 എണ്ണമാണ്. ഇന്നമസ് സദഖാതു ലിൽ ഫുഖറായി വൽ മസാകീൻ എന്ന് തുടങ്ങുന്ന 8 ഹെഡിലായിട്ട്, വിശാലമായ 8 ഹെഡിലായിട്ട് ഈ സക്കാത്ത് വിനിമയം ചെയ്യപ്പെടണം. വളരെ തുച്ഛമായ നികുതി 2.5% പണത്തിന്, കാർഷിക വിഭവങ്ങൾക്ക് 10%. അത് കർഷകൻ തന്നെ ജലസേചന സൗകര്യം ഉണ്ടാക്കിയതാണെങ്കിൽ 5%. ആ മനുഷ്യന്റെ അധ്വാനത്തെ ന്യായമായ രീതിയിൽ വികസിപ്പിച്ചെടുത്ത് കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അഭിവൃദ്ധിക്ക് വേണ്ടി മനുഷ്യനെ വളർത്തിയെടുക്കുകയാണ് 23 വർഷ കാലഘട്ടത്തിലെ പ്രവർത്തനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മനുഷ്യചരിത്രം പരിശോധിച്ചാൽ ഇതിന് തുല്യമായ ഒരു നിലപാട് നമുക്ക് കാണാൻ കഴിയുകയില്ല. അതേ അവസരത്തിൽ ഒരു പൗരൻ സകാത്ത് കൊടുത്തു, ഈ നിശ്ചിത അളവ് പ്രകാരം കൊടുത്തു. സമൂഹത്തിന്റെ ആവശ്യത പരിഹരിക്കപ്പെടാതെ വന്നാൽ 2ാമത്തെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതിന് സാങ്കേതികമായി സദഖ എന്നാണ് പറയുക. അനിവാര്യമായ ഘട്ടത്തിൽ സദഖ ഐച്ഛികമല്ല, നിർബന്ധമാണ്. മുസ്ലിമായി ജീവിച്ച് സ്വർഗം പ്രാപിക്കുമെന്ന് വിചാരിച്ചവർ നരകത്തിലെത്തിയതിന് ശേഷം എന്തുകൊണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാനെ ഫാത്തിമ നീയും നരകത്തിൽ വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പ്രതികരണം ഖുർആൻ പറയുന്നു. മാസലകകും ഫീ സഖർ ഖാലൂ ലം നകുന മിനൽ മുസല്ലീൻ വലം നകുന തുഇമുൽ മിസ്കീൻ വകുന്നാ നഖൂനു മഅൽ ഖായിമീൻ ഹത്താ അതാനൽ യഖീൻ. എന്തുകൊണ്ട് നീ കത്തിയെറിയുന്ന നരകത്തിൽ വന്നു? ഒന്ന്, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു നടന്നു, മര്യാദക്ക് നമസ്കരിച്ചിരുന്നില്ല. പിന്നെ 2ാമത്തെ കുഴപ്പം വകുന്ന വലം നകുന തുഇമുൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ വേണ്ടത് ചെയ്തില്ല. 3ാമത്തെ കുറ്റം എന്താണ്? വകുന്നാ നഖൂനു മഅൽ ഖായിമീൻ, സത്യവും നീതിയും മര്യാദയും നോക്കാതെ ഒഴുക്കിനൊപ്പം ഞാൻ നീങ്ങി. ഹത്താ അതാനൽ യഖീൻ, മരണമാസന്നമാവുന്ന സമയം വരെ ഞാൻ ഈ നിലപാടുമായാണ് നീങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ നരകത്തിൽ പ്രവേശിച്ചത് എന്ന് പറഞ്ഞാൽ സകാത്തും ഒരു ഘട്ടത്തിൽ സദഖ ഐച്ഛികമല്ലാതെ ഫറളായി മാറുമെന്ന വളരെ വളരെ വിശാലമായ താല്പര്യങ്ങളുള്ള
രാജ്യത്തെ ഉൽപാദനത്തിന് സഹായിക്കുന്ന, ചൂഷണത്തിൽ നിന്ന് മനുഷ്യനെ ഒഴിവാക്കുന്ന, 100% കുറ്റമറ്റ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ലോകത്ത് സാമ്പത്തിക രംഗത്ത് ഇസ്ലാം നടപ്പിൽ വരുത്തിയത്. മനുഷ്യന്റെ സഹജമായ താല്പര്യമാണ് തന്റെ അധ്വാനത്തിന്റെ ഫലം തനിക്ക് ലഭിക്കണമെന്ന്. എന്നാൽ അത് തന്നിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല. സ്വമേധയാ പാവപ്പെട്ടവനും ദുർബലർക്കും വിനിമയം ചെയ്യപ്പെടുന്ന കൃത്യമായ നീതിപൂർണമായ ഒരു നിലപാടിലൂടെ മാനവരാശിയെ വളർത്തിയെടുക്കുന്നതിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത ധർമ്മബോധത്തോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി, അണുമണിത്തൂക്കം കൃത്രിമം പകരാത്ത, മനുഷ്യചരിത്രത്തിൽ തുല്യത കാണാത്ത, മനുഷ്യജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരേപോലെ തിളങ്ങി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന, ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ വലൗലൻ തംസസ്സു നാറുൻ നൂറുൻ അലാ നൂരിൻ യഹ്ദില്ലാഹു നൂരിഹി മൻ യശാ. സ്വയം കത്തിജ്വലിക്കുന്ന, വ്യക്തിത്വം നിലനിർത്തുന്ന ആ മഹത്തായ സന്ദേശവുമായാണ് വിശുദ്ധ ഖുർആനും അതിന്റെ പ്രചാരണവുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാജ്യത്ത് വളർന്നു വന്നത്, പ്രചരിപ്പിച്ചത്. ഭൗതികതയുടെ അണിമണിത്തൂക്കം അദ്ദേഹത്തെ സ്വാധീനിക്കുന്നില്ല. മതരംഗത്ത് ഇന്ന് കാണുന്ന പൗരോഹിത്യത്തിന്റെ ലാഞ്ചന പോലും ഏൽക്കാതെയാണ് പ്രവാചകൻ 23 കൊല്ലം ആ സമൂഹത്തിൽ എല്ലാ സുഖദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒപ്പത്തിനൊപ്പം നിന്നു. യുദ്ധരംഗത്താണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ നിലപാടുകളുണ്ട്, കുടുംബരംഗത്താണെങ്കിൽ നിലപാടുകളുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന നിലക്കും രാഷ്ട്രത്തിന്റെ അധിപൻ എന്ന നിലക്കും വ്യക്തമായ നിലപാടുകളുണ്ട്. എല്ലാ ജീവിതത്തിന്റെ ക്രയവിക്രയ രംഗങ്ങളിലും കുറ്റമറ്റ സന്ദേശവുമായാണ് പ്രവാചകൻ നമ്മളെ സമീപിച്ചത്. ആ പ്രവാചകന്റെ സന്ദേശത്തിൽ നിന്ന് നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അനശ്വരമായ പാരത്രിക ജീവിതം ശോഭനമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ പ്രബോധനവുമായാണ് മുജാഹിദ് പ്രസ്ഥാനം നീങ്ങുന്നത്. 1950 ആരംഭിച്ച് 1957 രജിസ്റ്റർ ചെയ്ത് ഈ തീയതി വരെ ഈ രാജ്യത്തിന്റെ നിയമങ്ങളും ചിട്ടകളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മഹത്തായ ഈ രാജ്യത്തിന്റെ പൊതുവായ അഭിവൃദ്ധിക്കു വേണ്ടി രാജ്യത്തെ ഉന്നതന്മാരായ പൗരന്മാരെന്ന നിലക്ക് സേവനമനുഷ്ഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കേരളത്തിലെ ഒരു മഹത്തായ സംഘടനയാണ് കേരള നദവത്തുൽ മുജാഹിദീൻ. വിജ്ഞാന പ്രചാരണമാണ് അതിന്റെ ലക്ഷ്യം. അന്ധവിശ്വാസ നിർമ്മാർജ്ജനമാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്രവാചകനിൽ നിന്ന് പഠിച്ചതാണ്. പ്രവാചകൻ പഠിപ്പിച്ച മതം അതാണ്. ആ മതത്തിന്റെ ശരിയായ സ്പിരിറ്റ് ഉൾക്കൊണ്ട് ജീവിച്ചാൽ മരണാനന്തര ജീവിതം ശോഭനമായി തീരുമെന്ന് മനുഷ്യനെ ബോധവൽക്കരിക്കാൻ മരണം എപ്പോഴും നമ്മളെ പിടികൂടാം. മരണമെന്നത് ശാശ്വതമായ ജീവിതത്തിന്റെ തുടക്കമാണ് എന്ന യാഥാർത്ഥ്യം നാം ഓർക്കണം. മരണവും മരണാനന്തര ജീവിതവും എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളെയും പരമാവധി കൃത്യമായി സൂക്ഷിക്കുന്നതിനും വിനിയോഗിക്കുന്നതിനും മാതൃകായോഗ്യനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് മുമ്പ് ആദം നബി മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരേക്ക് വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ ഊന്നുകൊണ്ട് ആ പ്രവാചകന്മാരിൽ ഒരു കണ്ണിയായി നിലനിന്നുകൊണ്ട് അവരെല്ലാം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ഇസ്ലാം ഒരു മുസ്ലിമിനെ പഠിപ്പിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രവാചകത്വം അംഗീകരിക്കാത്ത ഒരു മനുഷ്യന് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വം അംഗീകരിക്കാൻ കഴിയില്ല എന്ന മനുഷ്യകുലത്തിന്റെ
ചരിത്രത്തോളം പാരമ്പര്യമുള്ള പ്രവാചകന്മാരുടെ മഹിമകളെ ഉൾക്കൊള്ളുവാനും ആ പ്രവാചകന്മാരുടെ നിലപാടുകൾ ഊന്നിക്കൊണ്ടുകൊണ്ട് മാനവരാശി വളരണം, പഠിക്കണം, നന്മ ഉൾക്കൊള്ളണമെന്ന് പ്രേരിപ്പിക്കുന്ന ആ മഹാനായ പ്രവാചകന്റെ ദൗത്യ നിർവഹണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നാം പരമാവധി ശ്രമിക്കുക. അതിന് അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.